ഇന്നത്തെ ഗോസ്പല് ഒരു കണക്ഷനാണ്. സ്വർഗവും ഭൂമിയുമായിട്ടുള്ള കണക്ഷൻ, മനുഷ്യനും ദൈവവുമായിട്ടുള്ള കണക്ഷൻ. എത്ര മനോഹരമായിട്ടാണ് ശിഷ്യന്മാർ അവരുടെ ആവശ്യം ചോദിച്ചത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ? അതിന് കാരണം പലപ്പോഴും അവർ യേശു പ്രാർത്ഥിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവരും കൂടെ പോയിട്ടൊക്കെ ഉണ്ട്. പോയ സമയത്തൊക്കെ യേശു ഇങ്ങനെ വളരെ എനർജറ്റിക്കായിട്ടാണ് തിരിച്ചു വന്നത്. ഒത്തിരി കാര്യങ്ങൾ അപ്പനുമായിട്ട് സംസാരിച്ച ശേഷം, ഡിസ്കസ് ചെയ്ത ശേഷം യേശുവിൻ്റെ മുഖം വളരെ പ്രസന്നമായിരുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ എനർജറ്റിക്കായിരുന്നു. ഈ ഭൂമിയിൽ ഒന്നിനെയും യേശുവിനെ തളർത്താൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്കും തോന്നി, ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ആകണം. ഇപ്പം ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. നീ എന്താണ് അപ്പനോട് പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരോ? എനിക്ക് തോന്നുന്നു ഈ ശിഷ്യന്മാർ നമ്മളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? യേശു ഒരു അപ്പനെ പോലെയാണ് ഇങ്ങനെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. ഞാൻ ചിന്തിക്കുന്നതാണ്, നമ്മളൊക്കെ നമ്മുടെ അടുത്തൊരു തലമുറയെ വിശ്വാസത്തിലേക്ക്, പ്രാർത്ഥനയിലേക്കൊക്കെ നയിക്കുന്നുണ്ടോ? ഒരു സന്ധ്യാവേളയിൽ ഒരു തിരുഹൃദയത്തിന് മുമ്പിൽ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന് കൈകൂപ്പുന്ന കാലം ഉണ്ടോ ഇപ്പോൾ? പല കുടുംബങ്ങളിൽ ഈ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോകുന്നു എന്നൊരു ചിന്ത വരുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മപ്പെടുത്തലാണ്. ഒരു പുതിയൊരു തലത്തിലേക്ക് നമ്മുടെ കൂടെയുള്ളവർ എത്തിച്ചേരാനായിട്ട്, നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവർ എത്തിച്ചേരാനായിട്ട് അവരെയും കൂടെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെ ആവശ്യത്തിനിടയിൽ യേശു അവരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ടാണ്. ഈ വാക്ക് തന്നെ അവർക്ക് ഫെമിലിയർ അല്ല. കാര്യം യാഹ്വേ എന്ന് ഉച്ചരിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ അപ്പനാണ് അതെന്ന് പഠിപ്പിച്ച്, അങ്ങനെ സ്വർഗവും ഭൂമിയായിട്ട് ഇങ്ങനെ വളരെ ഇൻറ്റിമേറ്റായിട്ട് കണക്ട് ചെയ്ത് ദൈവവും മനുഷ്യനുമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ സ്വർഗത്തിലെ ദൈവത്തെ കൈപിടിച്ച് താഴെ ഇറക്കിക്കൊണ്ടുവന്ന് അപ്പനാണ് നിങ്ങൾക്ക് നമ്മുടെ ദൈവം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കുറച്ചുകൂടി എളുപ്പമായി. പുതിയ വാക്കാണ്, പുതിയൊരു ചിന്തയാണ്, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സ്വർഗത്തിലെ ദൈവത്തെ കരം പിടിച്ച് താഴെ ഇറക്കി നമ്മുടെ കൂടെ ചേർത്ത് വയ്ക്കുന്നതാണ് പ്രാർത്ഥന. ദൂരെ എവിടെയോ ഉള്ളൊരു ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന ഒരു ചിന്തയല്ല പ്രാർത്ഥന. നമ്മൾ അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരനെ പോലെ, നമ്മൾ അടുത്തിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പോലെ, നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ഒരാളെ പോലെ നമ്മൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ഈ പ്രാർത്ഥന കൊണ്ട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്: നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ പിതാവ്. അങ്ങനെ ആ പിതാവിനോട് നിങ്ങൾ സംസാരിച്ച്. ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ദൈവം നമ്മുടെ കൂടെയാണ്, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഏറ്റവും അധികം പ്രിയപ്പെട്ട ഒരാളാണ്. ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകത്തിൻ്റെതായ സന്തോഷങ്ങളൊക്കെ പിള്ളേരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, അവർക്ക് ഏറ്റവും നന്നായിട്ട് നമ്മൾ ദൈവത്തെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ പ്രസൻറ്റേഷനിൽ പോലും നമുക്കാണ് പ്രശ്നം പറ്റിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ത്യാഗം സഹിച്ചും വേദനിച്ചും ക്രിസ്തുവിനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. എത്ര മനോഹരമായിട്ടാണ് യേശു തൻ്റെ അപ്പനെ പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ ഗോഡ് എക്സ്പീരിയൻസിൽ നമ്മൾ നമ്മുടെ ദൈവത്തെ വളരെ മനോഹരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം. അവർക്ക് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും സ്നേഹിക്കുന്ന ഒന്നാക്കി വിശ്വാസത്തെയും ദൈവത്തെയും മാറ്റണം. ഒരുപക്ഷെ എവിടെയെങ്കിലും പ്രാർത്ഥന നശിക്കുന്നുണ്ടെന്നൊക്കെ തോന്നിയാൽ അതിനെ കുറ്റം പറയുക എന്നതിനേക്കാളുപരി അത് നമ്മളുടെ തന്നെ ഒരു കുറവായി നമ്മൾ കാണേണ്ട ഒരു സമയമാണെന്ന് തോന്നുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന, കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിടിലും, മരുഭൂമി
തളർന്നിടിലും ഈ ലോകമെന്നെ ഏകനായി തള്ളിയിടിലും വീഴാതെ തളരാതെ താങ്ങുന്നവൻ, വീഴാതെ തളരാതെ താങ്ങുന്നവൻ കൂടെയുണ്ട്, ചാരയുണ്ട്. നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന. കൂടെയുണ്ട്, ചാരയുണ്ട്. നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, മരണത്തിൻ ഭീതിയിൽ ഞാനേറ്റം തകർന്നിടുമ്പോൾ, ഭയമേതും വേണ്ടിനി എൻ മകനേ, ഭയമേതും വേണ്ടിനി എൻ മകനേ. കൂടെയുണ്ട്, ചാരയുണ്ട്. നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന. കൂടെയുണ്ട്, ചാരയുണ്ട്. നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം.